സൈനികൻ നായകനാകുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഹാൽ. ഹാൽ എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. അതാണ് നോക്കാൻ പോകുന്നത്. നേരെ വീട്ടിലോട്ട് പോകും. അതിന് മുൻപായിട്ട് ചിലപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളുണ്ടാവും. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. എന്താണ് ബോസേ? ഈ പറഞ്ഞില്ലേ റിസൾട്ട് നോക്കാൻ? ഞാനൊന്നുമില്ല, ഈ പോയി നോക്ക്. ആ മഞ്ചത്തെ അന്വേഷിക്കാൻ പോകാനായിരിക്കും. ഓക്കെ, സാക്ഷി. ഓ, സൈനികൻ. ആ നിന്റെ അടുത്ത കല്യാണത്തിന് വെച്ചോണ്ട റാപ്പർ റാപ്പേഴ്സിന്റെ ഇടയിൽ ആസ്മി എന്നാണ് അറിയപ്പെടുന്നത്. ഓ, സൈനിക് ഗായകനാണ് നീ അല്ലേ? പാട്ടുകാരൻ. I have to fly very high. നല്ല മ്യൂസിക് കിട്ടോ, ഒരു ഫീൽ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ അടുത്ത് വന്നപ്പോ അതെ, അടുത്തടുത്ത് വരുന്നുണ്ട്. അല്ല, ഞാൻ ഈ സൺഡേ ചർച്ചിലൊന്നും പോയിട്ടില്ല. അപ്പൊ ജസ്റ്റ് ആ ഒരു വൈബ് അറിയാലോ നോർത്ത് വന്നതാ. നാട്ടില് ക്രിസ്ത്യൻ ചർച്ച് ഒന്നും ഇല്ലേ? അയ്യോ ഉണ്ട്, പക്ഷെ അവിടെ ഈ ചർച്ചിലല്ലോ. എന്റെ പേരും പ്രശ്നം, ഓ, ഓരോതും പ്രശ്നം. ആസിഫ് നന്നായി പാടൂല്ലേ, പക്ഷെ റാപ്പിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ലിറിക്സ് ഗവൺമെന്റിനും സിസ്റ്റത്തിനൊക്കെ കുറച്ച് എതിരാ. മൊത്തത്തിലൊരു ദേശവിരുദ്ധത. സാർ, ഞാൻ ജീവിതത്തിൽ ഫേസ് ചെയ്ത കാര്യങ്ങളാ. ഇടവുള്ളത് ഒരു പെൺകുട്ടിയെ റിക്രൂട്ട് ചെയ്ത് നിൽക്കാൻ തരുള്ളൂ. സാർ, നിങ്ങൾ എന്തൊക്കെ പറയണം? എടാ, ഒരു പെൺകുട്ടിയെ കറക്കിയെടുത്ത് IS-ലേക്ക് റിക്രൂട്ട് ചെയ്യാൻ തനിക്ക് ഓ, സത്യമായിട്ട് എനിക്ക് നടന്നോളൂ സാർ. എനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്ക് അവരോട് ജീവിക്കാൻ വേണ്ടി. എനിക്ക് എന്നെ കാണണം, സംസാരിക്കണം. അതിന് ഈ ലോകത്ത് എവിടെയാണേലും ഞാൻ വരും. എനിക്കെന്തോ ഭ്രാന്താണ്. ഇങ്ങനത്തെ ഒരു കേസ് വാദിച്ചിരിക്കാൻ പറഞ്ഞ നിസ്സാര കാര്യമല്ല. എടാ, എന്തിനാണ് ഞാൻ ഇതിലൂടെ കടന്നുപോയത്? എല്ലാം ഓളെ ഇവിടെ ഉണ്ടാവുന്ന ഓർത്തില്ലല്ലോ. അവളെ കണ്ടപ്പോ പോലെ എന്റെ ഉള്ളിൽ എന്തൊരു ഹാല്. ഹാൽ. ഡിസംബർ 25. ഓക്കെ, എന്ന സിനിമ ആ പേര് പോലെ തന്നെയാണ്, ഹാൽ. എന്തല്ലേ, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയും ഒരു മുസ്ലിം യുവാവും തമ്മിലുള്ള ഒരു പ്രണയ കഥ. അതിനിടയ്ക്ക് ഒരുപാട് സംഭവങ്ങൾ സംഭവിക്കും. ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു സ്റ്റോറി ലൈന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പോരാത്തതിന് ഈ ഒരു സിനിമത്തിന് മുമ്പ് തന്നെ വിവാദമായിട്ടുള്ള ഒരു സിനിമയാണ്. അനാവശ്യമായ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട് സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന്. സെൻസർ ബോർഡ് ഇതിൽ ഒരുപാട് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെൻസർ ബോർഡിനൊന്നും ഇങ്ങനത്തെ സംഭവം പറ്റില്ല. കാരണം ഇപ്പോൾ ഭരിക്കുന്ന ആളുകൾക്ക് തീരെ പറ്റില്ല. രണ്ട് മതത്തിൽപ്പെട്ട യുവാവും യുവതിയും തമ്മിലുള്ള പ്രണയമൊന്നും ഇപ്പോഴത്തെ സെൻസർ ബോർഡും ഇപ്പോഴത്തെ ഭരണാധികാരികളൊന്നും അത് അംഗീകരിക്കുകയില്ല. അങ്ങനത്തെ ആളുകളാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അനാവശ്യമായിട്ട് സിനിമയുടെ പേരിലും നിറത്തിൻ്റെ പേരിലുമൊക്കെ ഒരുപാട് കട്ട് വരുന്ന ഒരു സെൻസർ ബോർഡാണ് ഇപ്പോൾ നിലവിലുള്ളത്. നല്ലൊരു ട്രെയിലർ കണ്ടു, സൂപ്പർ ട്രെയിലറായിരുന്നു. അതുപോലെ ഈ ഒരു ക്രിസ്മസിനാണ് സിനിമ റിലീസാകുന്നത്. നമ്മുടെ സൈനികത്തെ കൂടാതെ സാക്ഷി വൈദ്യയാണ് ഇതിലെ നായികയായിട്ട് വരുന്നത്. വീരയാണ് ഇതിൻ്റെ ഒരു സംവിധായകൻ. അതുപോലെ നിഷാദ് കോയയാണ് ഇതിൻ്റെ സ്റ്റോറി എഴുതിയിട്ടുള്ളത്. എന്താ നല്ലൊരു സിനിമ തന്നെയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് സൈനികത്തിൻ്റെ ഇതുപോലുള്ള പ്രണയ സിനിമകളെല്ലാം വിജയിച്ചിട്ടുള്ള സിനിമകളാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ആല്, കിസ്മത്ത്, അങ്ങനെയുള്ള നല്ല നല്ല അടിപൊളി പേരുകളാണ് വരുന്നുണ്ട്. ഒരു ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിയുടെ എല്ലാ പടങ്ങളിലും പേരുകളും നല്ലൊരു വെറൈറ്റി, നല്ലൊരു റൊമാൻറ്റിക് മൂടുള്ള പേരുകളാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമയും ഒരു വൻ വിജയമായി തീരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട
ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും. അതുപോലെ ആദ്യമായിട്ട് ചിലപ്പോൾ കാണുന്നവരുണ്ടാവും, മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.